എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരം മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെ MRS അത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെ വിവിധ കോട്ടകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ, അതായത് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിവിധ കോട്ടകളിൽ അലോട്ട്മെൻറ്റ് ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചത് പുതുതായിട്ട് ഏതെങ്കിലും സ്കൂളിലേക്കായിരിക്കും. അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 5 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ആദ്യം കിട്ടിയ സീറ്റ് ഉൾപ്പെടെ പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുക. അപ്പോൾ അങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സീറ്റിൽ നിങ്ങൾ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനി അടുത്തതായിട്ടുള്ളത് ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നാളെ, അതായത് ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ രക്ഷിതാവിനെയും കൂട്ടി ഈ ഒരു വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്ന കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ പുതിയ സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് വാങ്ങി പുതുതായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതേസമയം നിലവിൽ നിങ്ങൾ ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്ട്രാ വരുന്ന ഫീസോ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ഇതുവരെ അടക്കാതെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീസ് അടച്ച് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് SSLCയുടെ സർട്ടിഫിക്കറ്റാണ്. അതില്ല എങ്കിൽ അതിൻ്റെ കോപ്പി മതി. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് ഫീസാണ്. എത്ര രൂപയാണ് ഫീസ് വരിക, ആ ഒരു ഫീസ്. അതുപോലെ സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അതിന് പകരം നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചില സ്കൂളിൽ നിന്നും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ റേഷൻ കാർഡ് എടുക്കുക. റേഷൻ കാർഡും അതിൻ്റെ ഒരു കോപ്പിയും എടുക്കുക. കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഒറിജിനൽ യാതൊരു കാരണവശാലും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ
ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കുമെന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.